ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. പനിയൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോഴത്തേക്കും നമ്മുടെ ഫ്രിഡ്ജിനകത്തിരുന്ന സാധനത്തിനെല്ലാം ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കണ്ടെയ്നറെല്ലാം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നേരെ പച്ചക്കറി ഷോപ്പിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഷോപ്പിൽ നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് നമ്മുടെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നോക്കിയാലോ. ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ പപ്പായ വാങ്ങിയിട്ടുണ്ട്, പിന്നെ വന്നിട്ട് മാംഗോ വാങ്ങിയിട്ടുണ്ട് ഗൈസ്, പിന്നെ പിയറും ആപ്പിളും. പിയർ വന്നിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാങ്ങിയത് ചെറുനാരങ്ങയാണ് ഗൈസ്. നാരങ്ങയ്ക്കെല്ലാം ഇപ്പോൾ എന്താ വില, കിലോ 220 മറ്റോ ആണ് ഗൈസ്. അപ്പോൾ നാരങ്ങയെല്ലാം ഞാൻ ഇതുപോലെ ഡബയ്ക്കകത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വാങ്ങിയത് നമ്മുടെ കോവയ്ക്ക കല്യാണി ചേച്ചിയുടെ കോവയ്ക്കാണ് കേട്ടോ. ഇവിടെ കോവയ്ക്ക ഇശുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കോവയ്ക്ക ഞാൻ ഇതുപോലെ കണ്ടെയ്നറിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബജി മുളകാണ് വാങ്ങിയത് കേട്ടോ. ഇക്കാക്ക് ഈ ബജി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ബീൻസ് ഇല്ലാത്തൊരു ജീവിതം ഇല്ലല്ലോ ഗൈസ്. അപ്പോൾ ബീൻസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബജി മുളക് വന്നിട്ട് ഞാനൊരു കവറിൽ കെട്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി പെട്ടെന്നൊരു ബജി ഉണ്ടാക്കി ഇക്കാക്ക് കൊടുക്കണം ഗൈസ്. അപ്പോൾ നമ്മുടെ ബീൻസ് ഇതുപോലെ ഒരു കണ്ടെയ്നറിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത കണ്ടെയ്നറാണ് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ നമ്മുടെ അവരക്കായ്, ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ നിർബന്ധമുള്ള സാധനങ്ങളാണ് ഗൈസ്. അവരക്കായും ബീൻസും, നാട്ടിൽ പോയ ചീരയും. പിന്നെ വന്നിട്ട് ഇഞ്ചി വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇഞ്ചി അത്യാവശ്യം കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചൂടല്ലേ, അതുകൊണ്ട് ഞാൻ തണ്ണിമത്തൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. തണ്ണിമത്തനാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് റേറ്റ് കുറവ്. പിന്നെ കുക്കുംബർ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. കുക്കുംബർ എനിക്ക് സാലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു മാങ്ങ കുറച്ചൊന്ന് ചളുങ്ങിയിരിക്കുന്നു ഗൈസ്. മാങ്ങയ്ക്ക് 120 രൂപയാണ്. പിന്നെ വന്നിട്ട് ക്യാരറ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ക്യാരറ്റെല്ലാം സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പച്ചമുളകിൻ്റെ മണ്ടേ മൂടൊക്കെ കളഞ്ഞ് ഞാനിതുപോലെ ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഈസി അല്ലേ. പിന്നെ കുറച്ച് മല്ലിയില നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാനൊരു റീല് കണ്ടതാണ് കേട്ടോ. ഇതുപോലെ പേപ്പർ ചുരുട്ടി, അതിൻ്റെ പേപ്പറോ ടിഷ്യൂ ചുരുട്ടി ഈ മല്ലിയില കെട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് കവർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മല്ലിയില പെട്ടെന്ന് കെട്ടുപോകില്ല എന്നറിയില്ല ഗൈസ്. സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് വാങ്ങിയത് തക്കാളിയാണ്. എനിക്ക് പക്ഷേ ഇപ്പോൾ ഈ ദേശീയ ടൊമാറ്റോ അത്ര ഇഷ്ടമല്ല, ഹൈബ്രിഡ് ടൊമാറ്റോയാണ് ഇഷ്ടം കേട്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തക്കാളി. അപ്പോൾ നമ്മുടെ തക്കാളി മല്ലിയിലയും ഞാൻ ഇതുപോലെ ബോക്സിനകത്ത് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇഞ്ചി സവാളയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ അടുക്കളയിൽ ഒരു ബോക്സിനകത്ത് ഇട്ടാൽ വെക്കുക കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെക്കാറില്ല. ഇത് കണ്ടില്ലേ ഗൈസ്, നമുക്ക് റേഷൻ കിട്ടിയ ലോക്കിയാണ്. ഇത്രയും ലോക്കി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് തണ്ണിമത്തൻ നേരത്തെ വാങ്ങിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഈ ബാസ്ക്കറ്റിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നാരങ്ങ, പച്ചമുളക്, പിന്നെ അങ്ങനെ കുറച്ച് ക്യാരറ്റും ക്യാബേജും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയ അമരക്ക, ബീൻസ്, ക്യാരറ്റ് അങ്ങനെയുള്ള പച്ചക്കറികളാണ് കേട്ടോ. അതും ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിയും മല്ലിയിലയും അതും ഇതുപോലെ അടുക്കി വെക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റും കൂടി എടുത്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.